അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എനിക്കൊരു മെഴ്സിഡീസ് ഉണ്ട്. നിങ്ങൾ പല എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെയർ പാർട്സ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അത് അലക്സ ടേൺ ഓഫ് ബെഡ്റൂം. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മാസം മുമ്പ്, എനിക്ക് തോന്നുന്നൊരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ABS സെൻസർ വാർണിംഗ് ലൈറ്റ്, അതുപോലെ വേറെ 2 വാർണിംഗ് ലൈറ്റ് കൂടെ ഈ വണ്ടിക്കകത്ത് വന്നു. അങ്ങനെ ഞാനിത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ABS സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് ആണ്, ABS സെൻസർ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമുക്ക് ഡൽഹിയിലുള്ളൊരു ഡീലറിനെയൊക്കെ വിളിച്ചിട്ട് ABS സെൻസർ ഓർഡർ ചെയ്തു. ABS സെൻസർ വന്നു, ABS സെൻസർ കണക്ട് ചെയ്തു. ABS സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ABS സെൻസറിൻ്റെ വാർണിംഗ് ലൈറ്റ് പോയി. പക്ഷേ സ്റ്റിയറിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ് ഭയങ്കര ടഫ് പോലെ. അങ്ങനെ വീണ്ടും നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് പമ്പ് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. സോ പിന്നെ സ്റ്റിയറിംഗ് പമ്പ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു പമ്പ് വന്നു. അവരവിടെ നിന്ന് ട്രാക്കോൺ കൊറിയറിലാണ് അയച്ചത്. അവർ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ഈ പമ്പ് ഡാമേജായി. അങ്ങനെ നമ്മളത് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പൊട്ടിയിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു. പിന്നെ വേറെ വഴിയില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഇവരെ ഡൽഹിക്കാരെ വിളിച്ച് നിങ്ങളുടെ കൊറിയർ വന്നപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുകയായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരത് റീപ്ലേസ് ചെയ്താരെന്ന് സമ്മതിച്ചു. ഏകദേശം 22,000 രൂപയുടെ സാധനമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ട്രാക്കോൺ കൊറിയറുകാരുടെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കും. മാത്രമല്ല ഇവർ ഭയങ്കര ഒരു ഉടായ്പ പരിപാടിയൊക്കെ കാണിച്ചായിരുന്നു. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരിൽ സൈനൊക്കെ ചെയ്ത് ഡെലിവേർഡ് എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം തന്നിട്ടില്ല. അവർ അവരുടെ ഓഫീസിൽ തന്നെ വെച്ചു. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഡെലിവറി ബോയ് ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു സൈൻ ഇട്ട് കൊടുത്തിട്ട് ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഓഫീസിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പുറകെ വള്ളിയൊന്നും പിടിക്കാൻ പോയില്ല. അതിൻ്റെ ഓണർ എന്നെ വിളിച്ച് സോറിയൊക്കെ പറഞ്ഞു. പക്ഷേ കിട്ടിയ സാധനം പൊട്ടിയതായിരുന്നു. ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാക്കായിട്ട് സ്റ്റിയറിംഗ് പമ്പെന്ന് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റീപ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ റീപ്ലേസ്മെൻറ്റ് അയച്ച റീപ്ലേസ്മെൻറ്റ് നമ്മുടെ കാറിന് മാച്ചായിട്ടുള്ളതല്ല, മോഡൽ വേറെ ആയിരുന്നു. അങ്ങനെ വീണ്ടും അത് തിരിച്ചു വിട്ടു. 3ാമത്തെ പമ്പാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ട്രാക്കോൺ കൊറിയറിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതവിടെ ചെന്ന് എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. ഞാൻ എൻ്റെ പ്രീമിയം കാർസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന വണ്ടാനത്തുള്ള ഓട്ടോ റോവർ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലാണ്. സത്താർ ബ്രൂ ആണ് അതിൻ്റെ ഓണർ. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഇപ്പോൾ 1-2 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. വളരെ റീസണബിളായിട്ട് കാര്യങ്ങൾ, ഇത് പ്രൊമോഷന് കാര്യങ്ങളൊന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ആലപ്പുഴ ഉള്ളവർക്ക് നിങ്ങൾക്ക് പ്രീമിയം കാറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചെയ്യാം. വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ പുള്ളി നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കോൺവെൻറ്റ് സ്ക്വയറുള്ള ട്രാക്കോണ്ട് ഓഫീസിൽ പോകും. അവിടെ ചെന്ന് നമ്മുടെ ഈ സ്റ്റിയറിംഗ് പമ്പ് എടുത്തിട്ട് സത്താർ ബായിയുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ അത് സെറ്റാക്കി തരാനാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളിക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്, വലിയൊരു ഷോപ്പാണ്, അത്രത്തോളം വണ്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ ഏറ്റിട്ടുള്ള വണ്ടികൾ കുറേ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ വെള്ളിയാഴ്ചത്തേക്ക് എങ്ങനെയും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രാക്കോൺ കൊറിയറിൽ പോയി സാധനം എടുക്കും. അപ്പോൾ നമ്മൾ ട്രാക്കോൺ കൊറിയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോയി സാധനം എടുത്തിട്ട് വരാം. തന്നെ ഇതും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? മതി, കുഴപ്പമൊന്നും. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. പ്രീമിയം കാർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മെഴ്സിഡീസ് ആയാലും BM ആയാലും ഓഡി ആയാലും 10-12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കാണെങ്കിലും ഒരു പ്രീമിയം കാർ വാങ്ങിക്കാം. അപ്പോൾ അതിലല്ല കാര്യം.
നന്നായിട്ട് പൈസ ഉള്ളവർക്ക് മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെ പോയാലും ഒരു വർഷം 1 ലക്ഷം രൂപയുടെ മെയിൻ്റെനൻസിന് മാറ്റി വയ്ക്കണം. അപ്പോൾ അത്രത്തോളം വരുമാനമുള്ളവർക്ക് മാത്രമേ ഒരു പ്രീമിയം കാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ല ഇപ്പോൾ എന്താ പറയുന്ന ഒരു മാരുതി ബ്രസ്സൊക്കെ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല പ്രീമിയം കാർ എടുക്കാം. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പാട്. അതിൻ്റെ ഓരോ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്രത്തോളം വില വരും. നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതും നമുക്ക് അപ്പോൾ പ്രൈസിൽ മാത്രം ഡിപ്രിസിയേഷൻ കിട്ടും. പക്ഷേ സ്പെയർ പാർട്സിൻ്റെ വില രണ്ടിനും ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ യൂസ്ഡ് സ്പെയർ പാർട്സ് എടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു ഓപ്ഷൻ. പക്ഷേ അതിന് പോലും ഈ പറയുന്ന പോലെ ഒരു 25,000 രൂപ 30,000 രൂപയ്ക്കാണ് യൂസ്ഡ് സ്പെയർ പാർട്സിന് വരുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രീമിയം കാറൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ മാസം ഒരു 2 lakhs പ്ലസ് ഇൻകം ഒക്കെ ഉള്ളവർ നോക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ വലിയ രീതിയിൽ നിങ്ങളുടെ കുടുംബം വെളുക്കാതെ പോകാൻ പറ്റും. അല്ലാത്തവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ പല കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് ചിലവഴിക്കേണ്ടി വരും. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുക. വണ്ടി ഇനി ഇറക്കുമ്പോൾ മൊത്തം വാഷ് ഇറക്കണം അല്ലേ? ഞാനൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരുന്നേ, കാര്യം ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്. അതെ അതെ. ഓക്കെ ബൈ. നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. പോകട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ സ്പെയർ പാർട്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല, നമുക്ക് പേയ്മെൻറ്റ് തരാതെ വേറെ സ്പെയർ പാർട്സ് ആണ്. പോയി ഇവിടെ കൊടുത്തു.